എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു പറ. ചെയ്യാന്ന് പറഞ്ഞ നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 ഉണ്ടെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ BJP നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ദിയാ കൃഷ്ണയും കൃഷ്ണകുമാറും ചേർന്ന് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്നും അവരെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കി എന്നും പറഞ്ഞുള്ള ഒരു കേസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മുടെ നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുട്ടിയുമായി, ദിയ എന്ന് പറയുന്ന കുട്ടിയുമായി, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം OBY-OC എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വിശദമാക്കുകയാണ്. നമുക്ക് ആദ്യമായി ആ വാർത്ത ഒന്ന് ശ്രദ്ധിക്കാം. ഇതാണ് രണ്ടാമത്തെ പോലെ ദിയ, ഇവിടെയാണ് സ്ഥാപനം. ഇവള് ബിസിനസ് തുടങ്ങുന്നു. ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സിൻ്റെയാണ്. OBY-OC എന്നാണ് കടയുടെ പേര്. അത് നന്നായിട്ട് പോകുന്നു. ഇവിടെ കെസ്റ്റൺ റോഡിലാണ്. അപ്പോൾ ഇവള് കല്യാണം കഴിച്ച് ഗർഭിണിയായ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സിക്നസ് ഉണ്ട്, പലർക്കും. അപ്പോൾ തുടർന്ന് ആശുപത്രിയും വീടുമായിട്ട് പോകുമ്പോഴത്തേക്ക് ബിസിനസ്സിൽ എന്നും അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് വർക്ക് ചെയ്യുന്ന IT-ലായതുകൊണ്ട് പുള്ളിക്കും പോകാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കെന്താണ്, അവിടെ 3 കുട്ടികളുണ്ട്. വളരെ വിശ്വസ്തരായി എന്നും കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നവരാ. ഇവളുടെ ഓരോ ഫംഗ്ഷനിൽ പോയാൽ കാണാം, എല്ലാ ഫോട്ടോസും സൈഡിൽ നിൽക്കുന്ന ഈ കുട്ടികളാണ്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് നടത്തുന്നു, എല്ലാം വിളിച്ചു ചോദിക്കുന്നു, കണക്ക് പറയുന്നു, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ QR കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സിന്. എന്നിട്ട് അവരുടെ ഫോണിലെ QR കോഡ് കാണിക്കും. ഇതെല്ലാം അവിടുത്തെ CCTV വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട്, പോലീസിൻ്റെ കൈവശം ഇരിപ്പുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് പോയുടെ സാധനം വാങ്ങിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, OC വിളിച്ചിട്ട് ചോദിച്ചു, OC ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ? നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല. ഇത് വെച്ച് അവരെ വിളിക്കുന്നു. ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ 3 ജോലി വിട്ടുപോകുന്നു. പിന്നീട് വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ പൈസ പോയതായിട്ട് അറിഞ്ഞു, ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നു. ഇവർ 3 പേരും ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ വരുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അവരപ്പം തന്നെ സമ്മതിച്ച് ഞങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, തരാം. അപ്പോൾ അവിടെ ഈ ശബ്ദം കൂടുന്നു, ആൾ കൂടുന്നു വന്നപ്പോൾ അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിലോട്ട് എവിടെയെങ്കിലും പോകും. അങ്ങനെ ഇത് നമ്മുടെ ഓഫീസാണ്, ഇതാണ്. ഈ ഓഫീസിലേക്ക് 3 വാഹനത്തിലായിട്ട് അവരും അവരുടെ ഭർത്താവൊക്കെ അവർ ബൈക്കിലും എല്ലായിട്ട് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കണക്കുകൾ വെളി വന്നു തുടങ്ങിയപ്പോൾ 69 ലക്ഷം രൂപ ബാങ്ക് വഴി മാത്രം, അതായത് QR കോഡ് വഴി മാത്രം കൊണ്ടുപോയിരിക്കുന്നു. ക്യാഷ്, സ്റ്റോക്ക് പലതും മിസ്സായിരിക്കുന്നത് വേറെ. അതിന് പൈസ കുറച്ച് തരാം, ഉള്ളത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞൊരു 3-4 മണിക്കൂറിനകത്ത് ഇവരെവിടെ പോയി ഒരു 8,82,000 രൂപ ക്യാഷ് കൊണ്ട് തരുന്നു. ഇതിൻ്റെ സഹിതം വീഡിയോ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ് ബാക്കി പൈസ ഞങ്ങൾക്ക് ഇത്രേ തരാനുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചു, പെൺകുട്ടികളൊക്കെ അല്ലേ, ക്ഷമിക്കേണ്ടതല്ല എങ്കിലും ക്ഷമിക്കുന്നു. അവരിവിടുന്ന് പോകുന്നു. പോയി കഴിഞ്ഞന്ന് രാത്രി ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവളെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തി നോക്കി, ഇങ്ങനെ പരാതി ഒന്ന് പിൻവലിക്കണം, ഞങ്ങൾക്ക് ഇനി പൈസ തരാൻ പറ്റില്ല. സ്വാഭാവികം രാത്രി വിളിക്കുമ്പോൾ എന്തൊക്കെ പറയുന്നറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇത് ശരിയാവില്ലല്ലോ. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ AC ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹം കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളൊരു പരാതി കൊടുത്തു, ഇങ്ങനെ പൈസ പോയതും പുറമെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതും. അതിൻ്റെ അടുത്ത ദിവസം ഇവരൊരു കൗണ്ടർ കേസ് മ്യൂസിയം സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇവരെയും ഇവരുടെ ഭർത്താക്കന്മാരെയൊക്കെ ഞങ്ങൾ എവിടെ നിന്നോ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു. കൃഷ്ണകുമാർ സാർ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. OBY-OC എന്ന് പറയുന്ന ഓർണമെൻറ്റ്സിൻ്റെ സ്ഥാപനമാണ് രണ്ടാമത്തെ കുട്ടി ദിയാ കൃഷ്ണ നടത്തി വന്നിരുന്നത്. എന്നാൽ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 3 സഹോദരിമാർ അവരുടെ QR കോഡ് നൽകുകയും അതിലേക്ക് പണം സ്വീകരിക്കുകയും അത് തട്ടിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് പിടിക്കപ്പെട്ടപ്പോൾ പണം തിരിച്ചാവശ്യപ്പെടുകയും തിരിച്ച് അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ വരികയും ഒച്ചത്തിൽ സംസാരം ഉണ്ടാകുകയും എല്ലാം ചെയ്തപ്പോൾ തിരിച്ച് ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയുകയും ഓഫീസിൽ വന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവിടുന്ന് അവർ പൈസ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തിരിച്ചു പോയതിന് ശേഷം അവർ 8 ലക്ഷം രൂപ മാത്രമാണ് തിരികെ കൊടുത്തത്, ബാക്കി ഞങ്ങൾക്ക് തരാനാവില്ല എന്ന് പറയുകയും ഇതിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ ഭർത്താവ് ദിയാ കൃഷ്ണയെ രാത്രി വിളിച്ച് ഫോണിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെ പിറ്റേന്ന് രാവിലെയാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് ഈ ജീവനക്കാരികളായി 3-4 പേരും ചേർന്നുകൊണ്ട് ഇവർക്ക് തിരിച്ച് ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് ആ സഹോദരിമാർ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ പറയുന്നത്, നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻ്റെതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം. ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും അല്ല ദിയ ചേച്ചി വരാറില്ല. ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ദിയ ചേച്ചി വരാറേ ഇല്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ദിയ ചേച്ചി അത് കുഴപ്പമില്ല, എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം, അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ, എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ അങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന്, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ദിയ ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം, അതായത് 29-ാം തീയതി രാത്രി, ഞങ്ങൾ ആരെ ഉറങ്ങാൻ പോലും വിട്ടിട്ടില്ല, രാത്രി തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിലെ 4. സഹോദരിമാർ പറയുന്നത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊള്ളാൻ ദിയാകൃഷ്ണ പറഞ്ഞത് പ്രകാരമാണ് ഇവർ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ സ്വീകരിച്ചത് എന്നും അതിൽ നിന്നും ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തതിന് ശേഷം കയ്യിൽ ക്യാഷായിട്ട് വാങ്ങാറാണ് പതിവ് എന്നും സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശമ്പളവും അതുപോലെ തന്നെ അലവൻസുകളും അതുപോലെ തന്നെ പാക്കിംഗ് മെറ്റീരിയൽ വാങ്ങുന്നതും എല്ലാം തന്നെ ഇവർ നേരിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെല്ലാം സത്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു കള്ളത്തരമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. കാരണം ഇവർ പൈസ തട്ടിച്ചു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്ന് ഇതിൻ്റെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമുക്ക് രാഷ്ട്രീയപരമായി കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരുപാട് അന്തരമുണ്ടെങ്കിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഈ സഹോദരിമാർ പറയുന്നതിൽ ചെറിയ പിശകുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്നത്തെ കാലത്ത് ടാക്സുകൾ വെട്ടിക്കാൻ ഒരുപാട് പരിപാടികൾ വേറെയുമുണ്ട്. ഒന്നാമത് ഇവരുടെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ സാറിന് എന്തുകൊണ്ട് ജോലിക്ക് എടുക്കുന്ന സമയത്ത് എന്നൊരു കുട്ടിയുടെ ആധാർ കാർഡോ ഐഡൻറ്റി കാർഡോ വാങ്ങിയിട്ട് ഏതാണ് ജാതി എന്ന് നോക്കാൻ എന്ത് പ്രയാസം? ഇപ്പം ഇന്നത്തെ കാലത്ത് അവർക്ക് ജോലി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ മതിയായിരുന്നു. അതൊക്കെ അവസാനം ഒരു അടവ് ന്യായം പറയുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ സഹോദരിമാർ നമ്മളെ കൃഷ്ണന്മാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ടുണ്ട്. അതുകൂടി കേൾക്കാം. നാളെ രാവിലെ 11:30 നീ താമസിക്കുന്നിടത്തോട്ടൊരു വണ്ടി വരും, അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ അങ്ങ് വന്നേച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത്. നിന്റെ തെറ്റും ശരിയും നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരത്തി നോക്കണ. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിന്നോട് നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്താ ഇപ്പൊ വിളിച്ചു പറഞ്ഞ? നിനക്ക് പേപ്പർ എഴുതണ ഏത് ചാനലാണ് വന്നത്? നിന്നെ പറ്റി നിന്റെ ഭാര്യയെ പറ്റി ഏത് ചാനലാണ് വന്നത്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ, അതിൽ നോക്കിയാൽ ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഇതായിട്ടുണ്ട്. ഏതിലാണ്? ഏത് ചാനലാണ് വന്നേ? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം, ഇന്ന് ആരുടെയാണ് മറ്റേ എന്താ വെഡിങ് ആനിവേഴ്സറി? ആരുടെ ആയിരുന്നു ഇന്ന്? വെഡിങ് ആനിവേഴ്സറി ഇല്ലായിരുന്നു. എന്താ ആരുടെയാണ് ഇന്ന്? ആരാണ് വിളിച്ചു? ഇതേ എന്ത് ചെയ്യേണ്ട? നീ ഇന്നലെ എത്ര രൂപ തന്നത്? ഇന്നലെ 8,72,000 ആണല്ലോ. ഇത് കണക്കെടുത്ത് ഞങ്ങള് 1 കോടി ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങള് എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നല്ലേ? അപ്പോൾ ആ വോയിസ് നിങ്ങൾ കേട്ട് കാണും. കൃഷ്ണകുമാർ സാർ വിളിച്ച് ദേഷ്യത്തിൽ സംസാരിക്കുന്നതാണ് കേട്ടത്. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. സ്വന്തം മകളുടെ ഫോണിലേക്ക് ഈ 3 ജീവനക്കാരികളിൽ ഒരാളുടെ ഭർത്താവ് രാത്രി വിളിച്ചിട്ട് ഞങ്ങൾക്കിനി പൈസ തരാൻ കഴിയില്ല, നിങ്ങൾ കേസുകൾ പിൻവലിക്കണം, നിങ്ങൾക്ക് ആവും പോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ
ചൂടായതിന് ശേഷം വിളിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ യാതൊരു തെറ്റുമില്ല. നമ്മൾക്കങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ലൗഡായിട്ടായിരിക്കും പ്രതികരിക്കുക. അത് അവരൊരായുധമാക്കി റെക്കോർഡ് ചെയ്ത് പൊതുജനങ്ങൾക്ക് മുമ്പാകെ കേസാക്കാൻ പോകുന്നതിന് മുമ്പേ പുറത്തു വിട്ടു എന്ന് മാത്രമേ അതിലുള്ളൂ. എന്നാൽ ഇതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഞെട്ടിക്കുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത് ഈ സഹോദരിമാർ തന്നെ ഞങ്ങൾ അവിടുന്ന് പൈസ എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സൈഡ് മാത്രം നിങ്ങൾ കണ്ടോളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ല സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു പറ. എന്തുകൊണ്ടാ പറയുന്നത് ചേച്ചി? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. മൊത്തം 55 ചെയ്യാന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 രൂപ പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സ്ക്രീൻഷോട്ട് വേറെ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി എന്ന് വേണം പറയാൻ. സ്ഥാപനത്തിൽ നിന്നും QR കോഡ് പ്രകാരം ഇവർ ലക്ഷങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ വല്ലപ്പോഴും ആദ്യകാലങ്ങളിലെല്ലാം QR കോഡ് വഴി അവർ പൈസ വാങ്ങുകയും ദിയാകൃഷ്ണക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നതും സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ 3 മാസത്തിന് മുന്നേ ഇവരുടെ ഈ തിരിമറി ഇവർ കണ്ടുപിടിച്ചതിന് ശേഷം, ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ പോകുന്നവർ അറിഞ്ഞതിന് ശേഷം വലിയൊരു സാമ്പത്തികമായ തട്ടിപ്പാണ് ഈ 3 പേരും കൂടി ചേർന്നിട്ട് സ്ഥാപനത്തിൽ നടത്തിയത് എന്ന് പറയുന്നത് തന്നെയാണ് സത്യം എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാലെങ്കിലും മനസ്സിലാവും. കാരണം അത്രയും പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം 34 ലക്ഷം രൂപ പോയിട്ടുണ്ട്. അവർ പറയുന്നത് ഏകദേശം 1 മന്ത് 65,000 രൂപ മുതൽ 75,000 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ്. പക്ഷേ കള്ളത്തരമാണ്. തീർച്ചയായിട്ടും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് ഈ 3 സഹോദരിമാരും ചേർന്നിട്ട് അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. വരും ദിനങ്ങളിൽ കൂടുതൽ തെളിവുകളുമായി പോലീസ് അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2 കേസാണ്. ഒന്ന് ദിയാകൃഷ്ണയുടെ പരാതിയമേൽ ഈ 3 സഹോദരിമാർക്കെതിരെ ഒരു കേസ്. ഈ 3 സഹോദരിമാർ കൊടുത്ത തട്ടിക്കൊണ്ടുപോകൽ, ഉപദ്രവിക്കൽ എന്നിവ കാണിച്ച് കൊടുത്ത കേസിൽ ദിയാകൃഷ്ണക്കും അതുപോലെ തന്നെ അച്ഛനുമെതിരെ ഭാര്യക്കുമെതിരെയായിട്ട് മറ്റൊരു കേസ്. എന്നാൽ ഈ 2 കേസുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പോലീസ് അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കമുള്ള എല്ലാ രേഖകളും ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഏതാനും നല്ല വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.